ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 12, പേജ് നമ്പർ 716. ലോഭഃ പ്രവൃത്തിർ ആരംഭഃ കർമ്മണാമശമഃ സ്പൃഹാ രജസേത്യാനി ജായന്തി വിവൃദ്ധേ ഭരതർഷഭ. പദാനുപദം. ഭരതർഷഭ, ഹേ ഭരതർഷഭ. ലോഭഃ ലോഭം, പ്രവൃത്തി ചേഷ്ട, കർമ്മണാം കർമ്മങ്ങളുടെ, ആരംഭഃ ആരംഭം, അശമ ശമമില്ലായ്മ അസ്ഥിരത, സ്പൃഹ ആഗ്രഹം, ഏതാനി ഇവ, രജസി രജസ് രജോഗുണം, വിവൃദ്ധേ വർദ്ധിച്ചിരിക്കുമ്പോൾ, ജായന്തേ ജനിക്കുന്നു ഉണ്ടാകുന്നു. വിവർത്തനം. ഹേ ഭാരതശ്രേഷ്ഠ, രജോഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഭാവാർത്ഥം. രജോഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്താൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അതുയർത്താനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താനതിൽ എന്നെന്നും താമസിക്കാൻ പോവുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്തിയുണ്ട്, അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോഗുണത്തിൻ്റെ സ്വഭാവമാണിതെല്ലാമെന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ.